സംസ്ഥാനത്ത് സിനിമാ ടിക്കറ്റ് നിരക്ക് ഏകീകരിക്കപ്പെടുമെന്ന് മന്ത്രി സജി ചെറിയാൻ റിപ്പോർട്ടറിനോട്. തിയേറ്റർ ലാഭകരമായി നടത്താൻ കഴിയുന്ന രീതിയിലാണ് ഇ ടിക്കറ്റിംഗ് നടപ്പാക്കുക. ഇ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഡിജിറ്റൽ സർവകലാശാലയുമായി കരാർ ഉണ്ടാക്കിയെന്നും മന്ത്രി പറഞ്ഞു. ഇ ടിക്കറ്റിംഗ് സംവിധാനത്തിലേക്ക് മാറുക. അതിനിപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഞങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റ് MOU സൈൻ ചെയ്യും. അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക. ഏറ്റവും വേഗം ഇ ടിക്കറ്റിംഗ് സംവിധാനം വരും. അതിനാവശ്യമായ ഇ ടിക്കറ്റിംഗ് സംവിധാനത്തിലുള്ള പണം കഴിഞ്ഞ ബഡ്ജറ്റ് നമ്മൾ ഒപ്പിച്ചു. അപ്പോൾ ഈ ടിക്കറ്റിംഗ് സംവിധാനം വരുമ്പോൾ ഏകീകരണം വരും. അപ്പോൾ മികച്ച സാങ്കേതികത്വം ഈ തിയേറ്ററുകളിൽ വാങ്ങിക്കുന്ന പണം ഏതെല്ലാം മേഖലയിൽ കൊടുക്കണമോ ആ മേഖലയെല്ലാം കൊടുക്കത്തക്ക രൂപത്തിൽ തിയേറ്റർ ലാഭകരമായി അവർക്ക് നടത്താൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഈ ടിക്കറ്റ് സംവിധാനം വരുന്നതോടുകൂടി ആ പ്രശ്നം പരിഹാരം നടത്തും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി സജി ചെറിയാൻ റിപ്പോർട്ടറിനോട്. ഒരാളെയും സംരക്ഷിക്കാൻ സർക്കാർ പോയിട്ടില്ല. പരാതി ലഭിച്ചാൽ കൃത്യമായി കൈകാര്യം ചെയ്യും. സംസ്ഥാനത്തെ സിനിമാ കോൺക്ലേവ് രാജ്യത്തിന് മാതൃകയാകുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കണമെന്ന് പറയുന്ന ഭാഗം ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഞങ്ങളത് സൂക്ഷിച്ചു. നിയമപരമായി കോടതി അത് കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ നിയമപരമായ ഭാഗം ഞങ്ങൾ സംരക്ഷിച്ചു. ഒരാളിനെയും ഇതിനകത്ത് സംരക്ഷിക്കാൻ ഞങ്ങൾ പോയില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ്, കേരളം അറിയപ്പെടുന്ന ഏറ്റവും സമർത്ഥരായ വനിതകളടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് അന്വേഷണ സമിതി വെച്ചു. ആർക്ക് പരാതി ഉണ്ടെങ്കിലും ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ, പോലീസിൻ്റെ മുമ്പിൽ, കോടതി മുമ്പിൽ അവർക്ക് പോകാം. ഒരാളിനെ ഞങ്ങൾ തടയുന്നില്ല. രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു കോൺക്ലേവ്, ഒരു നയം, ഒരു വലിയ ഇൻഡസ്ട്രിയായി ഇതിനെ ഡെവലപ്പ് ചെയ്യാം. ആ ഇൻഡസ്ട്രിയായി ഡെവലപ്പ് ചെയ്യുമ്പോൾ വരുമാനത്തിൽ സ്റ്റേറ്റിന് വർധന വരും, ഒരുപാട് പുതിയ തൊഴിൽ സാധ്യതകൾ വരും, സാങ്കേതിക മികവുണ്ടാവും. ഋഷിപാൽ, വിവിധ വിഷയങ്ങളിൽ ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, 2 മുതൽ 3 വരെയുള്ള 2 ദിവസങ്ങളിലായി തലസ്ഥാനത്ത് സിനിമാ കോൺക്ലേവ് നടക്കുകയാണ്. ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായി ഒരു സിനിമാ നയം രൂപീകരിക്കുന്നത് കേരളമായിരിക്കാം. ഈ സിനിമാ കോൺക്ലേവിലാണ് നയരൂപീകരണം നടക്കുന്നത്. 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ WCC ആവശ്യപ്പെട്ടതനുസരിച്ച് ഹേമ കമ്മിറ്റിയെ നിശ്ചയിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നയരൂപീകരണത്തിലേക്ക് പോയത്. വളരെ വിശദമായ ചർച്ചകൾ വിവിധ സംഘടനകളുമായി നടത്തി. ഒടുവിൽ അത് വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിൽ ചർച്ചയ്ക്ക് വിധേയമാക്കി അതൊരു കരട് ബില്ലാക്കി മാറ്റി നിയമസഭയിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് സംബന്ധിച്ചാണ് കോൺക്ലേവ്. ഈ കോൺക്ലേവിന്റെ ഭാഗമായുള്ള അഭിമുഖത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ വിഷയങ്ങളുള്ള പ്രതികരണം. ഒന്ന്, ഈ ടിക്കറ്റിംഗ് അത് ടിക്കറ്റ് നിരക്ക് ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. കാരണം സംസ്ഥാനത്ത് മൾട്ടിപ്ലക്സുകൾ വിവിധ തട്ടുകളിലാണ് ടിക്കറ്റ് നിരക്ക് വലിയ രീതിയിൽ തുക ഈടാക്കുന്നതായി പരാതിയുണ്ട്. അതുകൊണ്ട് ഈ ടിക്കറ്റിംഗ് നടപ്പിലാക്കുന്നതോടെ ആ പരാതിക്ക് പരിഹാരമാകുമെന്ന് തന്നെയാണ് സർക്കാർ കണക്കൂട്ടുന്നത്. ഡിജിറ്റൽ സർവകലാശാലയുമായി ഇത് കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഹേമ കമ്മിറ്റിയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ ഉയർന്നതാണ്. പക്ഷേ അന്ന് ഹേമ കമ്മിറ്റി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ആ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതെന്ന് മന്ത്രി പറയുന്നു. മാത്രവുമല്ല, കോടതി ആവശ്യപ്പെട്ടപ്പോൾ ആ റിപ്പോർട്ട് പുറത്തേക്ക് വരികയും ചെയ്തു എന്ന വാദമാണ് മന്ത്രി ഉയർത്തുന്നത്. ഏതായാലും 2-ാം തീയതി 3-ാം തീയതി നടക്കുന്ന ഈ കോൺക്ലേവിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ താരങ്ങൾക്കൊപ്പം വിദേശത്തടക്കം സിനിമാ താരങ്ങൾ എത്തുമെന്നാണ് മന്ത്രി വിശദീകരിക്കുന്നത്. ശരി, ഋഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.